ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ തുടരെ ഇങ്ങനെ ഉരുള് പൊട്ടുന്നത് പോലെ തുടരെ പൊട്ടുകയാണ്. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമായി വരുന്നതും. മുകേഷ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഒരു CPM MLA ആയിരുന്നതുകൊണ്ടാണ് തനിക്കെതിരെ ഈ വിമർശനങ്ങൾ വരുന്നത് എന്നാണ്. ടെസ് ജോസഫ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ടെസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ റേഞ്ചിൽ ആ അർത്ഥത്തിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആളല്ല. ടെസ് ജോസഫിനെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റാച്ചറുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഈ സ്ത്രീ. അവർ ആ ഒരു ഒരു TV-യുടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് ആദ്യം വെളിപ്പെടുത്തുന്നു. അപ്പോൾ മുകേഷ് പറയുന്നത് അത് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണമാണ് എന്നാണ്. ഞാനിതൊന്നും ഓർമ്മിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ മറ്റൊരു യുവനടി വന്ന് നമ്മളോട് പറയുന്നു ആ നടിയുടെ സുഹൃത്തിൻ്റെ അമ്മയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. തുടർച്ചയായിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ സർക്കാരിന് ഏതു ഘട്ടത്തിൽ എവിടം വരെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ ശ്രീജിത്ത്, ആരോപണങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് വരികയാണല്ലോ മുകേഷിനെതിരെ, പക്ഷേ അപ്പോഴും പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺ, ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും മുകേഷിൻ്റെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടതില്ല, രാജിവെപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് CPIM ഉള്ളത്. എന്നാൽ തുടരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് പാർട്ടി നേതൃത്വത്തെ ആലോചനപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത് ഒരു ഉരുൾപൊട്ടൽ പോലെ തന്നെ ഇങ്ങനെ ആരോപണങ്ങൾ നിരവധിയായി മുകേഷിനെതിരെ വരുന്നു എന്നത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ തന്നെ പ്രതിച്ഛായയ്ക്കും മോശമുണ്ടാക്കുന്നുണ്ട് തിരിച്ചറിയുന്നു. എന്നാൽ തൽക്കാലം MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ചില മാർഗങ്ങളും CPIM നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. അത് UDF MLA-മാരായ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിൻ്റെയും അനുഭവമാണ്. ഈ രണ്ടുപേർക്കെതിരെയും ലൈംഗികാരോപണം ഉയർന്നിരുന്നു. അവർക്കെതിരെ കേസുണ്ടായി. എന്നിട്ടും അവർ രാജിവെച്ചില്ല. പിന്നെ എന്തുകൊണ്ട് മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭത്തിലേക്ക് വരുന്നു എന്നതാണ് അവരുടെ ചോദ്യം. ലൈംഗികാരോപണം നേരിട്ട രണ്ടുപേർ ഇപ്പോഴും പ്രതിപക്ഷ MLA-മാരുടെ നിരയിലുണ്ട്. അവർക്കെതിരെ ഇല്ലാത്ത, അവരെ രാജിവെപ്പിക്കാത്ത UDF-ഉം കോൺഗ്രസും എന്തുകൊണ്ട് മുകേഷിനെതിരെ രാജി ആവശ്യപ്പെടുന്നു? അതിന് യാതൊരു ധാർമ്മിക അടിത്തറയുമില്ല എന്ന ചോദ്യം ഉയർത്തി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ തീരുമാനം. എന്നാൽ CPI അടക്കമുള്ള മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ അത്ര പൂർണ്ണ യോജിപ്പില്ല ഈ നിലപാടിനോട്. എങ്കിൽ പോലും MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു പരസ്യ നിലപാടിലേക്ക് വരേണ്ടതില്ല എന്നാണ് CPI-ക്കകത്തെ ധാരണ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതേസമയം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊരു പക്ഷേ മുകേഷ് പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു നടിയുടെ അമ്മയോട് ഈ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ്. പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. പക്ഷേ അപ്പോഴും മുകേഷ് നേരത്തെ സ്വീകരിച്ചതുപോലെ ഒരു CPM MLA ആയതുകൊണ്ട് തന്നെ വേട്ടയാടുന്നു എന്നൊരു ആരോപണം നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ടെസ് ജോസഫിനെ പോലെയൊക്കെയുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയില്ലല്ലോ ശ്രീജിത്ത്? രാഷ്ട്രീയ ആരോപണം ആണ് തനിക്കെതിരെ ഉയർത്തുന്നത് അദ്ദേഹം ഈ മറ്റു നേതാക്കന്മാരെ കണ്ട് അനുവർത്തിക്കുന്ന ഒരു രീതിയായി മാത്രം കണ്ടാൽ മതി. കാരണം രഞ്ജിത്തും അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ബംഗാളി നടിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള നീക്കമാണ് എന്ന നിലയിലാണ് വ്യാഖ്യാനിച്ചത്. ആദ്യം അത്തരം രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. മുകേഷും അതേ ശൈലി തന്നെയാണ് അനുവർത്തിച്ചു പോരുന്നത്. കാരണം ഇത് CPIM MLA ആയതുകൊണ്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള നീക്കമായും അത്തരമൊരു പ്രതികരണം നടത്തുമ്പോൾ മൊത്തം പാർട്ടിയുടെയും ഒപ്പം തന്നെ പാർട്ടി അണികളുടെയും പിന്തുണ തനിക്ക് ലഭിക്കും എന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ് ഈ നീക്കം. എന്നാൽ ടെസ്സിനെ പോലുള്ള ഒരാൾ ഇത്തരമൊരു രാഷ്ട്രീയ ഉപകരണമായി മാറുമെന്ന് കരുതുക വയ്യ. അവർ ഈ സിനിമാ ഫീൽഡുമായി ബന്ധമുള്ളവരല്ല. അവർ കാസ്റ്റിംഗ് ഡയറക്ടറായി മറ്റ് ടെലിവിഷൻ ഷോകളിലും മറ്റും ആണ് പ്രവർത്തിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇമേജുള്ള ആൾ കൂടിയാണ്. അപ്പോൾ അവർ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുവാകേണ്ട കാര്യമില്ല. എന്നാൽ തനിക്കുണ്ടായ അനുഭവം ആർജവത്തോടെ നവമാധ്യമങ്ങൾ വന്ന് പറഞ്ഞു എന്നതല്ലാതെ അവർക്ക് മറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കരുതുന്നില്ല. സിനിമാ രംഗത്തുള്ളവരും കരുതുന്നില്ല. എന്നാൽ മറ്റ് ആരോപണങ്ങളുടെ കാര്യത്തിൽ ഇതല്ല സ്ഥിതി എന്ന് സിനിമാ രംഗത്തുള്ളവരും ആക്ഷേപിക്കുന്നുണ്ട്. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ സംഭവങ്ങൾ ഒരു പരമ്പരയായി തന്നെ വരുമ്പോൾ CPIM-നും സർക്കാരിനും അത് മുകേഷ് ഒരു ബാധ്യതയായി മാറുന്നു എന്ന അഭിപ്രായമുള്ളവരും മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഉണ്ട്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയുടെ പിന്തുണ ഇപ്പോൾ ഈ ഘട്ടത്തിൽ MLA സ്ഥാനത്തിനുണ്ട്. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ, അതായത് ചലച്ചിത്ര നയരൂപീകരണ സമിതി അടക്കമുള്ള സമിതികളിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയേക്കുമെന്ന സൂചന കൂടി വരുന്നു. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഏതൊക്കെ രീതിയിലായിരിക്കും? പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ സ്വന്തം കണ്ണിലെ ഒരു കോലുകൂടി എടുത്ത് കളഞ്ഞിട്ട് വേണം മറ്റേ കണ്ണിലെ കരടെടുക്കാൻ എന്ന് പറയുന്നൊരു ആരോപണം ശക്തമാവില്ലേ? മറുഭാഗത്ത് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ MLA പ്രതിപക്ഷത്തുണ്ട്. ഒരു MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണം ഒരു യുവതി ഉന്നയിച്ചിരുന്നു, എൽദോസ് കുന്നപ്പള്ളി. മറ്റൊന്ന് വിൻസെൻ്റ്. അപ്പോൾ ഈ MLA-മാരെ ഇപ്പോഴും അവർ MLA ആയി തുടരുകയും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച പരാതി ഇതുവരെയും എത്തിയിട്ടില്ലാത്ത ഒരു കേസിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നതിൽ ഒരു ധാർമ്മിക പ്രശ്നം പ്രതിപക്ഷത്തിനും ഉണ്ടാവില്ലേ?
അരുൺ, അത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുകേഷിന്റെ MLA സ്ഥാനം രാജിവെക്കുന്ന വിഷയത്തിൽ ഏതായാലും ഇടത് കേന്ദ്രങ്ങളോ അല്ലെങ്കിലോ സർക്കാരോ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ അയവ് വരാൻ ഈ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തുന്നത് എന്നതാണ്. പ്രധാനമായും ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ ഓരോ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. മുകേഷിനെതിരായ ആരോപണങ്ങൾ ഇത്തരത്തിൽ ശക്തമാകുമ്പോൾ ഈ നയരൂപീകരണ സമിതിയിൽ എങ്ങനെ മുകേഷിനെ ഉൾപ്പെടുത്തുമെന്നത് തന്നെയാണ് ചോദ്യം. ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നവുമായാണ് സർക്കാരിൻ്റെ നയം വേറൊന്ന് എന്നതായിരിക്കെ എങ്ങനെയാണ് ഈ നയരൂപീകരണത്തിൽ ആരോപണ വിധേയനായ ഒരു നടനെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. ആ ഒരു പ്രശ്നം ഏതായാലും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുമുണ്ട്. സർക്കാർ ഏതായാലും ഈ മാറണം എന്നൊരു ആവശ്യം ഏതായാലും മുന്നോട്ട് വയ്ക്കുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാട് എന്നത് തന്നെയാണ്. നേരത്തെ ഈ ടെസ് ജോസഫ് ഈ വിഷയവുമായി മുന്നോട്ട് വന്നു. പിന്നാലെ മിനു മുനീർ മുകേഷിനെതിരായ ആരോപണവുമായി രംഗത്ത് വരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സന്ധ്യയും ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് എടുത്തു പറയുന്നത് അത് ഈ പറയുന്ന നയരൂപീകരണവും ഒപ്പം തന്നെ ഈ കോൺക്ലേവും അടക്കമുള്ള കാര്യങ്ങളാണ്. തുടക്കത്തിലേ പറഞ്ഞത് കൃത്യമായ ഒരു കോൺക്ലേവ് നടത്തും, സിനിമാ നയരൂപീകരണം സമഗ്രമായ ഒരു മാറ്റം കൊണ്ടുവരുമെന്നതാണ് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. പക്ഷേ ആവർത്തിച്ച് ഈ കാര്യം പറയുമ്പോഴും 10 അംഗ സമിതിയിൽ ആരോപണ വിധേയനായ ഒരാൾ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നിലവിലേതായാലും മുകേഷിനെ ഈ സമിതിയിൽ നിന്നും മാറ്റുക എന്നൊരു കാര്യത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ സമിതിയിൽ നിന്നും മാറ്റുക എന്നൊരു കാര്യം തന്നെയാണ് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നത്. ഈ 10 അംഗ സമിതി, ഷാജിയൻ കരുൺ അധ്യക്ഷനായ 10 അംഗ സമിതിയായിരുന്നു. ഇതിൽ ഈ അഭിനേതാക്കളായി മഞ്ജു വാര്യറും മുകേഷും പത്മപ്രിയയും നിഖില വിമലുമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ മഞ്ജു വാര്യർ അടക്കം ചില വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ സമിതി പുനഃസംഘടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളോ ഒന്നും തന്നെ നടക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഏതായാലും മുകേഷിനെ സമിതിയിൽ ഉൾപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ, സമിതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിലുള്ള ചർച്ചകൾ ഏതായാലും സജീവമായി നടക്കുന്നുമുണ്ട്. സർക്കാർ ഈ പറയുന്നത് പോലെ ഈ സർക്കാരിൻ്റെ ആശയങ്ങളിൽ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്ക് അത് കളങ്കം വരുത്തരുത് എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ മാറ്റാനുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. അരുൺ, താങ്ക് യു സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്തും ഒപ്പം സൈഫുനിസ അലിയാറുമാണ്. മുകേഷിനെതിരെയുള്ള ഗുരുതരമായുള്ള വെളിപ്പെടുത്തലുകളുടെ പരമ്പരകൾ വന്നുകൊണ്ടിരിക്കുന്നു. എത്ര കാലം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ്. പക്ഷേ മറുഭാഗത്ത് പ്രതിപക്ഷത്തു നിന്നുള്ള 2 MLA-മാരും സമാനമായ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. സമാനമെന്ന് പറയുമ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് MLA ആയി തുടരാമെങ്കിൽ മുകേഷിന് എന്താ കുഴപ്പം എന്നാ ചോദിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവരുടെ നയമല്ലല്ലോ LDF-ൻ്റെ നയം. സ്ത്രീപക്ഷ സർക്കാർ എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് എല്ലാ മേഖലയിലും അത് അങ്ങനെയാണ് എന്നുള്ളത് തെളിയിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ സർക്കാരിനുണ്ട് എന്നതാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. ആ പ്രേക്ഷകൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് നമ്മളും പറയുന്നത്.